LSS പരീക്ഷാ പരിശീലനത്തിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് പരിസര പഠനമാണ്. ആദ്യത്തെ ചോദ്യം, മത്സ്യം മാത്രം കഴിക്കുന്ന പക്ഷിയാണ് ഡാഷ്. മത്സ്യം മാത്രം കഴിക്കുന്ന പക്ഷിയാണ് ഡാഷ്. ഓപ്ഷൻസ്: പൊന്മാൻ, പരുന്ത്, കാക്ക, കൊറ്റി. ഉത്തരം പൊന്മാൻ. തേക്കിൻ്റെ ഇലയുടെയും വാഴയിലയുടെയും അടിഭാഗത്ത് കൂടൊരുക്കുന്ന പക്ഷി ഏതാണ്? തേക്കിൻ്റെ ഇലയുടെയും വാഴയിലയുടെയും അടിഭാഗത്ത് കൂടൊരുക്കുന്ന പക്ഷി ഏതാണ്? ഓപ്ഷൻസ്: തുന്നാരൻ, നെയ്ത്തുകാരൻ, ചിലന്തിവേട്ടക്കാരൻ, തൂക്കണാങ്കുരുവി. ഉത്തരം ചിലന്തിവേട്ടക്കാരൻ. രാത്രി ഭക്ഷണം തേടുന്ന പക്ഷികളിൽ പെടാത്തത് ഏത്? രാത്രി ഭക്ഷണം തേടുന്ന പക്ഷികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: വവ്വാൽ, നത്ത്, കാട്ടുമൂങ്ങ, ഭീമൻ കൂമൻ. ഉത്തരം വവ്വാൽ. തട്ടേക്കാട് പക്ഷിസങ്കേതം നിലവിൽ വന്ന വർഷം. തട്ടേക്കാട് പക്ഷിസങ്കേതം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻസ്: 1982, 1983, 1984, 1985. ഉത്തരം 1983. കരുവാൻ എന്നത് ഏത് പക്ഷിയാണ്? കരുവാൻ എന്നത് ഏത് പക്ഷി ആണ്? ഓപ്ഷൻസ്: നാട്ടുമൈന, തത്ത, കാക്ക, വണ്ണാത്തിപ്പുള്ള്. ഉത്തരം നാട്ടുമൈന. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഡാഷ്. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഡാഷ്. ഓപ്ഷൻസ്: ഓർണിത്തോളജി, സെലനോളജി, കാലിയോളജി, ആർക്കിയോളജി. ഉത്തരം ഓർണിത്തോളജി. സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത വനപ്രദേശമാണ്? സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത വനപ്രദേശമാണ്? ഓപ്ഷൻസ്: മംഗളവനം, അരിപ്പ, കടലുണ്ടി, ചൂലന്നൂർ. ഉത്തരം മംഗളവനം. താഴെ കൊടുത്തവയിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? താഴെ കൊടുത്തവയിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ്? ഓപ്ഷൻസ്: മൂങ്ങ, തത്ത, കൊക്ക്, ഹമ്മിങ് ബേർഡ്. ഉത്തരം മൂങ്ങ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം. ഓപ്ഷൻസ്: പാതിരാമണൽ, മംഗളവനം, അരിപ്പ, തട്ടേക്കാട്. ഉത്തരം മംഗളവനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഉപ്പൻ, ചെമ്പോത്ത്, ചകോരം, പരുന്ത്. ഉത്തരം പരുന്ത്.